അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ 2 ടൈപ്പിലുള്ള പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ക്യാരറ്റ് പുഡിങ്ങും ഇളനീർ പുഡിങ്ങും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 2-3 വിസിൽ വന്നിട്ട് അത് ഓഫ് ചെയ്ത് വെക്കുക. അത് വേണ സമയം കൊണ്ട് നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കുകയാണ് കേട്ടോ. 20 ഗ്രാം ചൈന ഗ്രാസാണ് 1 ലിറ്റർ പാലിലേക്കുള്ള കണക്കാണ് കേട്ടത്. അപ്പോൾ 2 പുഡിങ്ങിനുള്ള ചൈന ഗ്രാസ് ഞാൻ ആദ്യം ഇതേപോലെ കുതിർത്ത് വെക്കുകയാണ് കേട്ടോ. 2 ബൗളിലാക്കി ആക്കിയിട്ട് 20 ഗ്രാം 2 ടൈപ്പിൽ ഉള്ള പുഡിങ്ങിന് വേണ്ടിയിട്ട് 2 പാത്രത്തിലാക്കിയിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിന്. പിന്നെ വേറൊരു പാത്രത്തിൽ 10 ഗ്രാമും കൂടി ഇതുപോലെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിന് കേട്ടോ. എങ്ങനെയാണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. അതുപോലെ ഒന്ന് ഒരു സ്പാച്ചിൽ സ്പൂണോ വെച്ചിട്ട് അമർത്തിയിട്ട് ഒന്ന് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ക്യാരറ്റൊക്കെ അത് വെന്തോ നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഒന്ന് വെച്ച് അല്ലെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കണം. പപ്പട പോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അത് ഉൾഭാഗം വെന്തുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. നമുക്ക് ആദ്യം ഇളനീർ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 ഇളനീരിൻ്റെ കാമ്പെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചാണ്. ഇനി നമ്മളൊരു പാത്രത്തിൽ ചൈന ഗ്രാസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. പിന്നെ ഒരു പാത്രത്തിൽ 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിന്. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിന് കേട്ടോ. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായി വന്നിന്. ഇനി നമ്മൾ ഈ പാലിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിന്. ഏലക്കായ ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാണ് വരെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. അധികം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാല് നന്നായിട്ടൊന്ന് ചൂടായി തിള വരുന്നതിൻ്റെ കുറച്ച് മുന്നേട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏലക്കായൻ്റെ ഈ ഒരു കരട് ഇതൊക്കെ നിന്ന് അരിപ്പടിച്ചിട്ട് നരിച്ച് മാറ്റിയതാണ് കേട്ടോ. നാളെ നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ കടിക്കൂല, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിന് കേട്ടോ. നമ്മൾ പഞ്ചസാര എത്രയാണോ ചേർക്കുന്നതനുസരിച്ച് നോക്കിയിട്ട് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് അത്യാവശ്യം നല്ലോണം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പുഡിങ്ങിന്. അപ്പോൾ നമ്മളെപ്പോഴും മധുരം ചേർക്കുന്ന സമയത്ത് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന തണുത്തിട്ട് നല്ല മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ മധുരം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ചൈന ഗ്രാസ് ഇപ്പോൾ എല്ലാം മെൽറ്റായിന്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിന് കേട്ടോ ചൈന ഗ്രാസിൻ്റെ. ഇനി നമ്മൾ ഇളനീരൊന്ന് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇളനീര് നിങ്ങൾക്ക് ഇത്ര പേസ്റ്റാക്കി അരച്ചെടുക്കണം എന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയേ. ഞാനിതുപോലെ അടിച്ചെടുത്തപ്പോൾ നല്ല പേസ്റ്റായി അരിഞ്ഞിട്ടിന്. ഇങ്ങനെ ആകുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. കുറച്ച് കടിക്കണം എന്നുള്ള പുഡിങ് കഴിക്കുന്ന സമയത്ത് കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാലും മതി കേട്ടോ. നമ്മൾ 2 ഫ്ലെയിം ഓഫ് ചെയ്തിന് 2 അടുപ്പിൻ്റെ. എന്നിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ചൈന ഗ്രാസിൻ്റെ ഇതിൻ്റെ 2ൻ്റെ ചൂട് ഒരേപോലെ ബാലൻസ് ചെയ്താലാണ് ഇതുപോലെ കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ പുഡിങ് പിരിഞ്ഞ് പോകും കേട്ടോ. ചിലരൊക്കെ പുഡിങ് ഉണ്ടാക്കുമ്പോൾ പിരിഞ്ഞ് പോകുന്നതിൻ്റെ കാര്യം അതാണ്. ഞാനൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിക്കാൻ പാകത്തിന് ഒരു ട്രേ ഇതുപോലെ ഒന്ന് ട്രേയിൽ നമുക്ക് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് കഴുകി ഒരു നനവുള്ള രീതിയിലാക്കിയിട്ട് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പുഡിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ, ഒട്ടി പിടിക്കൂല. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ബബിൾസ് പോലുള്ളത് ഇതൊന്ന് പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ. സ്പൂണോ ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇനി അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമ്മൾ ക്യാരറ്റ് പുഡിങ്ങിനുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് ക്യാരറ്റ് പുഴുങ്ങിയത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്ലവർ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇളനീരിൻ്റെ പുഡിങ്ങിൻ്റെ ഇനി ഒരു ലെയറും കൂടി ചെയ്യാനുണ്ട്. അത് ഇതും കൂടി ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് ഡെക്കറേഷനുള്ളതൊക്കെ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ തേങ്ങ വറുത്തിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാൻ കുറേ മുന്നേ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വേണേൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി പുഴുങ്ങിയത് അങ്ങനെ ഫ്ലവർ കട്ട് ചെയ്യാൻ ഡെക്കറേഷനുള്ള മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് പാലും 1 കപ്പ് പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ട് നരച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല പേസ്റ്റ് ആയിട്ട് നരച്ചെടുക്കുകയാണ്. ഇതുപോലെയുള്ള സ്മൂത്തായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയാണ്. ഈ ചെറിയൊരു പീസ് ക്യാരറ്റ് നിന്ന് മാറ്റി വെച്ചിരുന്നു കേട്ടോ, അത്ര വേണ്ടാന്ന് തോന്നിയപ്പോൾ. ബാക്കി 1 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിന്. കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ 1 ലിറ്റർ 250 ml പാലുമാണ് ടോട്ടൽ ഇതിലേക്ക് ചേർക്കുന്നത്. കുറച്ച് ഞാൻ അരക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പും കൂടി ചേർത്തിട്ടാണ് അരച്ചു കൊടുത്തത്. ഞാൻ വേറെ പാത്രത്തിൽ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടി വെച്ചിന്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിനെ. 2 അടുപ്പിലായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതവിടെ പാല് തിളക്കണതിൻ്റെ ഒരു മുന്നായിട്ട് ചൈന ഗ്രാസ് ഇപ്പുറത്തും മെൽറ്റാക്കാൻ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പുഡിങ്.
ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്തിന്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഫ്ലേവർ നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി ക്യാരറ്റ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചൈന ഗ്രാസ് ഏകദേശം എല്ലാം തന്നെ മെൽറ്റായി വന്നണേ. ഇതുപോലെ നല്ല പതിഞ്ഞെല്ലാം മെൽറ്റായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് സ്പെഷ്യൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. പാലിപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ക്യാരറ്റ് അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിനെ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി 2 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിന് കേട്ടോ. അത് ഓപ്ഷണലാണ്. ഇനി ഞാൻ കുറച്ച് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുത്തിന്. അപ്പോൾ മിൽക്ക് മേഡ് നമ്മൾ കുറച്ച് അധികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രയാണ് പഞ്ചസാര ചേർക്കുന്നതനുസരിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം. തണുത്തിട്ട് കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാൻ. ഓരോരുത്തർക്ക് എത്രയും മധുരം ആവശ്യം വെച്ചാൽ അതനുസരിച്ച് മിൽക്ക് മേഡും പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കുറവാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും കൂടി വെച്ച് കൊടുത്തേ. നല്ലോണം ഇത് മിക്സാക്കി എടുത്തുന്നു കേട്ടോ. അപ്പോൾ മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഞാൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ട്രേ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിന് കേട്ടോ. ട്രേയിൽ നമ്മൾ കുറച്ച് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളത്തുള്ളി ഉള്ള രീതിയിലാക്കിയിട്ട് പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതിയേ. അത് ഞാൻ നേരത്തെ പറയാൻ കാരണം എന്താ വെച്ചാൽ എന്നാൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ട്രേയിൽ ഒട്ടിപ്പിടിക്കാത്ത രീതി തന്നെ പുഡിങ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലൊരു 3/4 ഭാഗം നമുക്ക് എത്രയാണോ ട്രേയിൽ അതിനനുസരിച്ച് ഒരു റാപ്പ് ചെയ്യാൻ പാകത്തിനാക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണേ. ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിന്. ചൂടാറി വരുന്ന സമയത്ത് തന്നെ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ സമയം കൊണ്ട് നമ്മൾ ഗ്ലാസ് പുഡിങ് ഒന്ന് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് വെള്ളവും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. വെള്ളനീരിന് എത്രയാണോ മധുരം നോക്കിയിട്ട് അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് കുതിരാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. നേരത്തെ 20 ഗ്രാം ചൈന ഗ്രാസിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കുതിരാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കായ പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിന്. നമുക്കിത് നല്ലോണം മെൽറ്റായി ഈ ചൈന ഗ്രാസ് വെള്ളം ഇതൊക്കെ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായതിൻ്റെ ശേഷം നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൽ വെള്ളത്തിൻ്റെ ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണമെന്നില്ല കേട്ടോ. പിന്നെ നമ്മളൊന്ന് ഒരു കപ്പിലേക്ക് അരിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂണോ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ആദ്യത്തെ നമ്മൾ നല്ല സെറ്റായതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 2 ലെയറായിട്ടുള്ള പുഡിങ്ങായിട്ട് കിട്ടും. അടിയിൽ വൈറ്റ് പുഡിങ്ങും മുകളിൽ ഗ്ലാസ്സുമായിട്ട് ഡബിൾ ലെയർ പുഡിങ്ങായിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ടെൻഡർ കോക്കനട്ട് പുഡിങ് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിന് കേട്ടോ. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇളനീർ വെച്ചിട്ട് തന്നെയാണ് ആ സ്റ്റാർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് അത് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തെടുത്തതാണ് കേട്ടോ. അത് നമ്മൾ ആ ഗ്ലാസ് പുഡിങ് സെറ്റാകാൻ നേരത്താണ് സെറ്റ് ചെയ്തെടുത്തത്. ക്യാരറ്റ് പുഡിങ്ങും അതേപോലെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഈ നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഫ്ലവർ പോലെ ചെയ്തെടുത്തിട്ടുള്ള അത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിന് കേട്ടോ. പിന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതുള്ളതുകൊണ്ട് ലീഫ് നോസിൽ വെച്ചിട്ട് ഞാൻ കേക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അതിന് ചെയ്ത ക്രീം ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഡെസേർട്ടും കേക്ക്സും ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് 6 വർഷത്തിലധികമായി. എൻ്റെ പേജ് @നസ്രീസ് ബേക്സ് പറഞ്ഞിട്ടുള്ള ഇതിൽ കാണുള്ള ഈ പേജാണ് കേട്ടോ, ഇൻസ്റ്റാ പേജ്. ആവശ്യമുള്ളവർ അതിൽ എന്താ പറയുക അരീക്കോട് ഭാഗത്ത് മലപ്പുറം അരീക്കോട് ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് സൽക്കാരത്തിനോ വെഡ്ഡിങ്ങിനോ കേക്കിനോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.